friends, welcome back to Bosco Campus Vision. Today we are going to discuss the topic record-based data model in database management system. In last video we discussed the topic object-based conceptual data model and its classification entity relationship model in detail. Today we are going to discuss the topic record-based data model and its classification. In record-based data model, it is classified into three: relational model, network model, and hierarchical model. And we are going to discuss these three models in detail and plus physical data model. The record-based data model includes the database management system and the data structures to access the data. And first record-based data model is relational model. It is the most popular data model in DBMS, and in 1970 Edgar introduces this model to simplify the data structure. In relational model, all data in database represent as simple row, column type or tabular structure. This model uses a collection of tables to represent both data relationship among those data. Each table has multiple attributes and similar kind of tuple. In relational model, ഡേറ്റാസിനെ റോ കോളം വൈസായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ടാബുലാർ സ്ട്രക്ചറിലായിരിക്കും നമുക്ക് റിലേഷണൽ മോഡലിലെ ഡേറ്റയായി കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഈ ഡേറ്റയുടെ റിലേഷൻഷിപ്പ് നമുക്ക് ഈ ടേബിളിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ടേബിളിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സുകളുണ്ടാകും. അതായത് ഈ ടേബിളിൻ്റെ പ്രോപ്പർട്ടീസായ ഈ ടേബിളിലുള്ള റിലേഷൻഷിപ്പിൻ്റെ പ്രോപ്പർട്ടീസായ ആട്രിബ്യൂട്ട്സ് ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ടുകളുണ്ടാകാം. ആൻഡ് സിമിലർ കൈൻഡ് ഓഫ് ടപ്പിൾ മീൻസ് ഈ ഓരോ ആട്രിബ്യൂട്ടും ബിലോങ് ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ ടപ്പിൾസ് എന്ന് പറയുന്നത്. സോ ഈ ഓരോ ആട്രിബ്യൂട്ടിനും സിമിലർ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാകും. For example, here we have a table with attributes name, street, city and number, and another table with attribute number and balance. So ഈ രണ്ട് ടേബിളും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്പർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് രണ്ട് ടേബിളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇവിടെ രണ്ട് ടേബിൾസ് ഉണ്ട്. ഫസ്റ്റ് ടേബിളിൽ നമുക്ക് 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അവയാണ് നെയിം, സ്ട്രീറ്റ്, സിറ്റി ആൻഡ് നമ്പർ. ഈ ആട്രിബ്യൂട്ട്സ് ബിലോങ് ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ പറഞ്ഞ ടപ്പിൾസ് എന്ന്. സോ ഓരോ നെയിമിൻ്റെ വാല്യൂസ്, സ്ട്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, സിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, ഇവയൊക്കെ നമുക്ക് ടപ്പിൾസ് ആയിട്ട് കണക്കാക്കാം. സെക്കൻഡ് ടേബിളിൽ നമ്പർ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ടും ഉണ്ട്, ബാലൻസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടും ഉണ്ട്. സോ ആ കറസ്പോണ്ടിങ് നമ്പറും അവരുടെ ആ അക്കൗണ്ട് നമ്പറിലുള്ള ബാലൻസുമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് attributes and tuple. Network model. In network model, it represents the data by collection of records and the relationship is represented by link using pointers. So ഇതിൻ്റെ അകത്ത് ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു കളക്ഷൻ ഓഫ് റെക്കോർഡ്സ് രൂപത്തിലാണ്. ആൻഡ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാനായിട്ട് പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫിഗറിൽ തന്നെ കാണാൻ സാധിക്കും, ഓരോ ഡേറ്റാസിനെയും എന്താണ് ഒരു സെറ്റ് ഓഫ് റെക്കോർഡ്സ് ആയിട്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് റെക്കോർഡ്സ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുവാണ്. ഓരോ ടപ്പിൾ വാല്യൂസിനെയും ഒരു സെറ്റ് ഓഫ് റെക്കോർഡ്സ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി അങ്ങനെ ഡിഫറെൻറ്റ് റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അവയെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ആ ആരോ മാർക്ക്. ഫസ്റ്റ് സെറ്റ് ഓഫ് റെക്കോർഡിൽ നിന്നും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന സെക്കൻഡ് സെറ്റിലേക്ക് പോയിൻറ്റേഴ്സ് ഉപയോഗിച്ച് ലിങ്ക് ചെയ്തിട്ടുണ്ട്.
സോ ഇതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ പർട്ടിക്കുലർ ആട്രിബ്യൂട്ട്സോ എൻറ്റിറ്റീസോ ഒന്നും എടുത്ത് പറയത്തില്ല. ഒൺലി ആ ടപ്പിൾ വാല്യൂസിന് റെക്കോർഡ്സ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പോ കണക്ഷനോ ഉണ്ടെങ്കിൽ ആ വാല്യൂസിന് പരസ്പരം പോയിന്റേഴ്സ് ഉപയോഗിച്ച് ലിങ്ക് ചെയ്യുന്നു. അതാണ് നെറ്റ്വർക്ക് മോഡൽ എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡൽ. തൊട്ട് മുന്നേ പറഞ്ഞ രണ്ട് മോഡലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മോഡലിൽ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറായിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ദിസ് മോഡൽ റെപ്രസെൻ്റ് ആസ് ട്രീ സ്ട്രക്ചർ ആൻഡ് ഇറ്റ് ഹാസ് പേരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. ഇവിടെ ഒരു പേരൻറ്റ് ചിൽഡ്രൻ റിലേഷൻഷിപ്പാണ് ബിലോങ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അറിയാം ട്രീ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് റൂട്ട്, പേരൻറ്റ്, ചിൽഡ്രൻ, ഈ ഒരു ഫോമാറ്റിലായിരിക്കും പോകുന്നത്. സോ ഇവരെല്ലാം ഒരുമിച്ച് ചേർത്ത് നമുക്ക് നോഡ്സ് എന്ന് വിളിക്കാം. സോ ദേ ആർ കോൾഡ് ടുഗദർ നോഡ്സ്. ടോപ്പ് മോസ്റ്റിലുള്ള നോഡിന് റൂട്ടായിട്ടും ഏറ്റവും എൻഡിലുള്ള നോഡിനെ ലീഫ് നോഡായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ദ ലാസ്റ്റ് നോഡ് ഇസ് ലീഫ് നോഡ്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറായിട്ടാണ് ഡേറ്റാസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു മെയിൻ റൂട്ട് നോഡിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ആ റൂട്ടിൻ്റെ സബ് റൂട്ട്സ് ആയിട്ട് സബ് നോഡ്സ് ആയിട്ട് നമുക്ക് കാണാം. ഹോസ്പിറ്റലിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. വാർഡ്സ് ഉണ്ട്, യൂണിറ്റ്സ് ഉണ്ട്, ലാബ്സ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഉണ്ട്. അതിൽ വാർഡ്സും യൂണിറ്റ്സും ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ വാർഡ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പേഷ്യൻസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ ഡോക്ടേഴ്സ് അസിസ്റ്റൻസ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാറ്റഗറി ഉണ്ട്. സോ ജസ്റ്റ് ബ്രീഫ്ലി പോയിൻ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഇവിടെ. ആൻഡ് യൂണിറ്റ്സ് ആണെങ്കിലും ഡിഫറെൻറ്റ് യൂണിറ്റ്സിൻ്റെ സബ് നോട്ട്സ് ആയിട്ട് വരുന്നുണ്ട്. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉണ്ട്. അതിൽ ജസ്റ്റ് കാർഡിയോളജി നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൂ. ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉണ്ട്. പീഡിയാട്രിക് യൂണിറ്റ്സ്, ഗാസ്ട്രോ, സോ അങ്ങനെ ഒത്തിരി യൂണിറ്റ്സ് ഉണ്ട്. സോ ഇവിടെ റൂട്ട് നോഡായിട്ട് ഹോസ്പിറ്റൽ നെയിം, അതിൻ്റെ ചൈൽഡ് വീണ്ടും അതിൻ്റെ സബ് നോഡ്സ്, അങ്ങനെ റൂട്ട് ടു ലീഫ് നോഡ്, ആ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറായിട്ടായിരിക്കും ഇവിടെ ഡേറ്റാസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ സെക്കൻഡ് കാറ്റഗറിയായ റെക്കോർഡ് ബേസ്ഡ് ഡേറ്റ മോഡലിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു കണ്ടത്. 3 ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു: റിലേഷണൽ മോഡൽ, നെറ്റ്വർക്ക് മോഡൽ ആൻഡ് ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡൽ. റിലേഷണൽ മോഡൽ എന്ന് പറയുമ്പോൾ പ്യുവർലി റിലേഷൻ, ഒരു ടേബിളിനെ ആയിരുന്നു ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. റോ കോളം വൈസ് ഡേറ്റാസ് ഉണ്ട്, ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് ആട്രിബ്യൂട്ട്സ് ബിലോങ് ചെയ്യുന്ന വാല്യൂസും ഉണ്ട്. സോ ഒരു ടേബിൾ ലൈക്ക് സ്ട്രക്ചർ. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് നെറ്റ്വർക്ക് മോഡലായിരുന്നു. അവിടെ ആയിരുന്നെങ്കിൽ ടേബിൾ സ്ട്രക്ചറൊന്നുമില്ല, റെക്കോർഡ്സ് ഇങ്ങനെ കളക്ട് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റെക്കോർഡ്സുകൾ തമ്മിൽ പരസ്പരം കണക്ഷൻ ഉണ്ടെങ്കിൽ അവയെ ഒരു പോയിൻ്റർ ഉപയോഗിച്ച് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ഹൈറാർക്കിക്കൽ ഡേറ്റ മോഡലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറായിട്ടായിരുന്നു റെപ്രസെൻ്റ് ചെയ്യുന്നത്. പേരൻറ്റ് ചിൽഡ്രൻ റിലേഷൻഷിപ്പായിരുന്നു ഇവിടെ ബിലോങ് ചെയ്ത്. റൂട്ട് ഉണ്ട്, പേരൻസ് ഉണ്ട്, ചിൽഡ്രൻ ഉണ്ട്, അങ്ങനെ റൂട്ട് നോഡ്, സബ് നോഡ്, അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ലീഫ് നോഡ് വരെ എത്തും. സോ ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് റെക്കോർഡ് ബേസ്ഡ് ഡേറ്റ മോഡൽ. The third classification is physical data model. In physical data model, they are used to describe data at the lowest level. In contrast to the logical data model, there are few physical data model in use. Two of widely known ones are unifying model and frame memory model. In physical data model represents how the model will be built in the database. It shows all table structures including column constraints, primary key, foreign key, and the relationship between these tables, etc. സോ ഈ ഫിസിക്കൽ ഡേറ്റ മോഡൽ എന്ന് പറയുമ്പോൾ ഡേറ്റയുടെ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റ മോഡലാണ് ഈ ഫിസിക്കൽ ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതങ്ങനെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മോഡൽ അല്ല. ഓക്കെ, എന്നിരുന്നാൽ പോലും ഇതിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന 1-2 മോഡൽസ് എന്ന് പറയുന്നത് യൂണിഫൈങ് മോഡൽ, ഫ്രെയിം മെമ്മറി മോഡലൊക്കെ ഫിസിക്കൽ ഡേറ്റ മോഡലിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, ഈ ഫിസിക്കൽ ഡേറ്റ മോഡൽ എങ്ങനെ ഈ ഡേറ്റാബേസിന് നമ്മൾ ബിൽഡ് ചെയ്യുന്നു എന്നുള്ളത് സൂചിപ്പിക്കാനാണ് എപ്പോഴും ഈ ഡേറ്റ മോഡൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ ടേബിൾ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിൻ്റെ കോളത്തിൻ്റെ കൺസ്ട്രെയിൻസ് ഉണ്ട്,
ഈവൻ കീസ് ഉണ്ട്. കീസ് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. സം ഓഫ് ദ ക്ലാസിഫിക്കേഷൻസ് ആർ പ്രൈമറി കീ, ഫോറിൻ കീ, എക്സെട്ര, ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടേബിൾസ്. ഇതെല്ലാം ഈ ഫിസിക്കൽ ഡേറ്റ മോഡലിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഈ ഫിസിക്കൽ ഡേറ്റ മോഡലിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു. എന്താണ്? ലോവസ്റ്റ് ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് ഡേറ്റയെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഫിസിക്കൽ ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. Features of physical data model. First one is specification of all tables and columns. Foreign keys are used to identify relationship between tables. സോ എല്ലാ ടേബിൾസിനെയും അതിൻ്റെ അകത്തുള്ള എല്ലാ കോളത്തെയും നമുക്ക് സ്പെസിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫോറിൻ കീസ് ഉപയോഗിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഫിസിക്കൽ കൺസിഡറേഷൻ മേ കോസ് ദ ഫിസിക്കൽ ഡേറ്റ മോഡൽ ടു ബി ക്വയറ്റ് ഡിഫറെൻറ്റ് ഫ്രം ലോജിക്കൽ ഡേറ്റ മോഡൽ. സോ ഈ ഫിസിക്കൽ ഡേറ്റ മോഡലിൻ്റെ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ലോജിക്കൽ ഡേറ്റ മോഡൽ കോൺസെപ്റ്റ്സിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമാണെന്ന് പറയുകയാണ്. ഓക്കെ, സോ ഫിസിക്കൽ ഡേറ്റ മോഡൽ വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് RDBMS. അതായത് ഓരോ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് വെച്ചിട്ട് ഇതിൻ്റെ ഫിസിക്കൽ ഡേറ്റ മോഡലിന് ഡിഫറൻസ് ഉണ്ടെന്ന് പറയുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ SQLും യൂസ് ചെയ്യുന്നുണ്ട്, സ്ട്രക്ചേർഡ് ക്യൂറി ലാംഗ്വേജും യൂസ് ചെയ്യുന്നുണ്ട്, MySQL യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് സപ്പോർട്ടിംഗ് സിസ്റ്റംസാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ഇത് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഡിഫറെൻറ്റ് RDBMSന് ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആയിരിക്കും ഈ ഫിസിക്കൽ ഡേറ്റ മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. സ്റ്റെപ്സ് ഫോർ ഫിസിക്കൽ ഡേറ്റ മോഡൽ ഡിസൈൻ. നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒരു ഫിസിക്കൽ ഡേറ്റ മോഡലിനെ ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ആദ്യമായിട്ട് നമുക്കുള്ള എൻറ്റിറ്റീസിനെ ടേബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് വൺ ഇസ് കൺവേർട്ട് ദ എൻറ്റിറ്റീസ് ഇൻറ്റു ടേബിൾ. ദെൻ സെക്കൻഡ് വൺ ഇസ് കൺവേർട്ട് റിലേഷൻഷിപ്പ് ഇൻറ്റു ഫോറിൻ കീസ്. ആൻഡ് തേർഡ് വൺ ഇസ് കൺവേർട്ട് ദ ആട്രിബ്യൂട്ട്സ് ഇൻറ്റു columns. And the last one is modify the physical data model based on physical constraints or its requirements. ആദ്യമായിട്ട് നമുക്ക് തന്നിട്ടുള്ള എൻറ്റിറ്റീസിനെ, റിയൽ വേൾഡ് എൻറ്റിറ്റീസിനെ എല്ലാം ഒരു ടേബിൾ രൂപത്തിലേക്ക് നമ്മൾ മാറ്റണം. ഇനി എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഈ ടേബിളുകൾ തമ്മിൽ ബിലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഫോറിൻ കീ ആയിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം. മൂന്നാമതായിട്ട് ഈ ടേബിളിലെ എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടീസായ ആട്രിബ്യൂട്ടുകൾ, ഇവയെ നമ്മൾ കോളം വൈസ് കൺവേർട്ട് ചെയ്ത് എഴുതണം. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് മോഡിഫൈ ദ ഫിസിക്കൽ ഡേറ്റ മോഡൽ ബേസ്ഡ് ഓൺ ഫിസിക്കൽ കൺസ്ട്രെയിൻസ് ആൻഡ് റിക്വയർമെൻറ്റ്സ്. നമുക്ക് തന്നിട്ടുള്ള ഫിസിക്കൽ കൺസ്ട്രെയിൻസും അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സോ കണ്ടീഷൻസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഡേറ്റ മോഡലിൽ നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താം. സോ ഇങ്ങനെയാണ് നമുക്കൊരു ഫിസിക്കൽ ഡേറ്റ മോഡലിനെ ഏറ്റവും ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ നമ്മളിന്ന് റെക്കോർഡ് ബേസ്ഡ് ഡേറ്റ മോഡലായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ മോഡലിന് അണ്ടറിൽ വരുന്നതാണ്. ഡേറ്റ മോഡൽസിനെ മെയിൻലി മൂന്നായിട്ടായിരുന്നു നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. ഒബ്ജക്റ്റ് ബേസ്ഡ് കോൺസെപ്ഷ്വൽ ഡേറ്റ മോഡൽ, റെക്കോർഡ് ബേസ്ഡ് മോഡൽ, ഫിസിക്കൽ ഡേറ്റ മോഡൽ. അതിൽ ഒബ്ജക്റ്റ് ബേസ്ഡ് കോൺസെപ്ഷ്വൽ ഡേറ്റ മോഡൽ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ റെക്കോർഡ് ബേസ്ഡ് മോഡലും ഫിസിക്കൽ ഡേറ്റ മോഡലുമാണ് ഡിസ്കസ് ചെയ്തത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്: വാട്ട് ഈസ് എ ടപ്പിൾ? വാട്ട് ഈസ് എ ടേബിൾ? ലിസ്റ്റ് 3 models of DBMS that have been in use. Explain physical data model. പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 4 ക്വസ്റ്റ്യൻസ്. Hope you all understand this session. If you have any doubt, please comment on the comment box. Thank you for watching Bosco Campus Vision. Bye.